എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ലേഡി ബോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താ അറിയുമോ? നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഫംഗ്ഷന് വേണ്ടിയിട്ട് റെഡി ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. വേറെ ഒന്നുമല്ല, നിങ്ങളൊരു എൻഗേജ്മെൻറ്റിന് വെയിറ്റ് ചെയ്യുന്ന ഒരാളാണോ, അല്ലെങ്കിൽ ഒരു ബ്രൈഡാണോ, അതോ അല്ലെങ്കിൽ സ്പെഷ്യൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരാൻ വേണ്ടിയിട്ട് പോവാണോ? അതിലേക്ക് ഒന്ന് റെഡി ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആവാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താ അറിയുമോ? നമ്മൾ ഇന്ന് നമ്മുടെ ഫേസ് അല്ലെങ്കിൽ നമ്മുടെ ഫുൾ ബോഡി ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു മിക്സ്, ഒരു പാക്ക് ഇവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരു ഫേഷ്യൽ പാക്ക് അല്ലെങ്കിൽ നമുക്കൊരു ഫുൾ ബോഡി പാക്ക്, അല്ലെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഫുൾ ബോഡി പാക്ക് എന്ന് നമുക്ക് ഇതിൽ പറയാം. അപ്പോൾ നമുക്ക് ഈ ഒരു മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നൊന്ന് വേഗം പോയി കണ്ടിട്ട് വരാം. ഇതാണ് നമ്മുടെ ബ്രൈറ്റനിങ് പാക്ക്. ഇത് നമുക്ക് എന്താ പറയുക, ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താ പറയുക, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് എന്താ പറയുക, വീക്ക്ലി ഒരു 2 ടൈംസെങ്കിലും ഇത് യൂസ് ചെയ്യാം. നിങ്ങളൊരു ബ്രൈഡാണെങ്കിൽ നിങ്ങൾക്കിത് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു പാക്കാണ്. ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഫേസിൽ നെക്കിൽ മാത്രമല്ലാതെ ഫേസ്, നെക്ക്, ചെവി, ഫുൾ ബോഡിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു പാക്കാണ്. അപ്പോൾ നിങ്ങൾ ബ്രൈഡ് ആവാൻ വേണ്ടിയിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ എൻഗേജ്മെൻ്റ് ഒക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാം. ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് പാലാണ് കേട്ടോ. പാല് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാവുന്നതാണ്. ഇത്രയും പാലെടുത്തിട്ട് എനിക്ക് ആ ഒരു ചെറിയൊരു പാത്രം നിറയെ ഈ ഒരു മിക്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും പാലെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിക്കണം. നമ്മളിത് ഫുൾ പ്രോസസ്സ് കുക്കിംഗ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ പാല് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കാം. പാല് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, നോർമലായിട്ടുള്ള പച്ചപ്പാലാണ്. അപ്പോൾ നമുക്കിത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. കരിഞ്ഞ് പോകാതെ നോക്കുക കേട്ടോ. കുറച്ച് പാല് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കരിഞ്ഞ് പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. കാരണം ഇത് ആകെ കുറച്ച് പാലേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ തിളച്ചിട്ട് തൂവി പോണ്ടെന്ന് ഓർത്തിട്ടാണ്. ഇനി ഞാൻ രണ്ടാമതായിട്ട് ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡർ ആഡ് ചെയ്യാവുന്നതാണ്, ഇല്ലെങ്കിൽ പച്ചമഞ്ഞൾ ഞാനിപ്പോൾ ആഡ് ചെയ്തതുപോലെ പച്ചമഞ്ഞളോ മഞ്ഞൾപ്പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് തിളപ്പിക്കണമെങ്കിൽ തിളപ്പിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചൂടാക്കി വിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്തായാലും ഇതൊന്ന് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് പൊങ്ങി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് തീ വീണ്ടും സിമ്മിലേക്ക് മാറ്റുകയാണ്. മൂന്നാമതായിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് പഞ്ചസാരയാണ് കേട്ടോ. നോർമൽ പഞ്ചസാര, ഗ്രാനുവൽസ് ഉള്ളതോ പൊടിച്ചതോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഒരു 2 സ്പൂൺ ഞാനിതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ നമുക്കിത് കുടിക്കാം. അടിപൊളി. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പാൽ, പഞ്ചസാര ഇട്ടു വേണമെങ്കിൽ കുടിക്കാവുന്നതുമാണ് കേട്ടോ. പക്ഷേ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ച് കുടിക്കുന്ന പാല് നല്ലതാണ്. കഫക്കെട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ പാൽ, മഞ്ഞൾപ്പൊടി, പഞ്ചസാര മിക്സ് ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്ത ഓരോരോ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം. മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റായിട്ട് ഞാനിവിടെ ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. കോക്കനട്ട് ഓയിലാണ്. നിങ്ങൾക്ക് ഓപ്ഷണലായിട്ട് വേറെ എന്ത് ഓയിൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. എന്താ പറയുക, ആൽമണ്ട് ഓയിൽ, വേറെ എന്തെങ്കിലുമൊക്കെ ഓയിൽസ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. 1 സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതിനോണ്ട് കണ്ടോ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് തീയിൽ വെച്ചിട്ട്, അടുപ്പ് ഞാൻ ഓഫ് ചെയ്തിട്ടില്ല, സിമ്പിളാണ് വെച്ചത്. അത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് എന്താ പറയുക, വെളിച്ചെണ്ണ പാലായിട്ട് നന്നായിട്ട് മിക്സ് ആവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുക്കുന്നത് കോഫി പൗഡറാണ്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. എന്താ പറയുക, ഞാനിവിടെ എടുത്തിട്ടുള്ള ഗ്രാനുവൽസ് ഉള്ള നമ്മുടെ നോർമലായിട്ടുള്ള കോഫി പൗഡറാണ്. നിങ്ങൾക്ക് ഫൈനായിട്ടുള്ള പൗഡറാണ് വേണ്ടത് വെച്ചാൽ അങ്ങനെ എടുക്കാം. ഞാനിത് ഫുൾ ബോഡിയിലും കൂടി അപ്ലൈ ചെയ്യാൻ എടുക്കുന്നതിനോണ്ട് ഒരു സ്ക്രബിൻ്റെ ഒരു എഫക്റ്റും കൂടി ഉണ്ടായിക്കോട്ടെ എന്നോർത്തിട്ടാണ് കേട്ടോ ഗ്രാനുവൽസ് ഉള്ള നമ്മുടെ കോഫി പൗഡർ എടുത്തിട്ടുള്ളത്. അതും സിമ്പിളിട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു കൂട്ടില്ലേ നമ്മുടെ മിക്സ്, ഈ ഒരു മിക്സ് തിളയ്ക്കുന്നതിനനുസരിച്ച് ഒന്ന് കുറുകി വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. ഇനി
അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് എന്താ പറയുക, ഗോതമ്പ് പൊടിയില്ലേ, ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. അത് നമ്മുടെ ആവശ്യാനുസരണം ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്, അതായത് ഒരുപാട് വേണ്ട. അടുത്തത് ഞാൻ ചേർക്കുന്നത് കടലപ്പൊടിയില്ലേ, കടലപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി ചേർത്തു, അതേപോലെ തന്നെ കടലപ്പൊടി ചേർത്തിട്ടുണ്ട്. രണ്ടും ഈ ഒരു മിക്സിനെ നന്നായിട്ട് തിക്കനാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ് കേട്ടോ. എന്താ പറയുക, നമ്മുടെ ബോഡിക്കാണെങ്കിലും നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ബോഡി കംപ്ലീറ്റ്ലി ഒന്ന് ക്ലീൻ ആവാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ കടലപ്പൊടി എന്ന് പറയുന്നത്. ഗോതമ്പ് പൊടീനെ പറ്റി പറയുകയാണെങ്കിൽ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് എന്താ പറയുക, ഒരു വല്ലാതെ ജ്യൂസി അല്ല വല്ലാതെ തിക്കും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിലേക്ക്, അതായത് ഈ കാണുന്ന ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയെടുക്കണം. നന്നായിട്ട് ഉടയ്ക്കണം കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തിക്കായി പോയതുകൊണ്ട് എന്താ പറയുക, വീണ്ടും ചൂടാക്കുകയാണെങ്കിൽ അത് വീണ്ടും കട്ടിയാവുക ചെയ്യുക. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്തതാണ്, വേറെ ഒന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തതാണ്. അപ്പോൾ നമുക്ക് വല്ലാതെ തിക്കുമല്ല വല്ലാതെ ലൂസും അല്ലാതെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി ചൂട് തണിയുന്ന സമയത്ത് ഒന്നുകൂടി തിക്കായിട്ട് വരും കേട്ടോ. വെക്കുന്നതിനനുസരിച്ച് തിക്കാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നുകൂടി ഞാൻ ചൂടാക്കി എടുക്കുകയാണേ. ഒത്തിരി വല്ലാതെ എന്താ പറയുക, ലൂസായി പോയതുപോലെ കണ്ടോ, ഇങ്ങനെ ഒരു പരുവത്തിലായതുകൊണ്ട് ഞാൻ ഒന്ന് ചൂടാക്കിയിട്ട് ഒരു പൊടിക്ക് ഞാൻ കട്ടി കൂട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനുശേഷം നമുക്കൊരു പാത്രത്തിലാക്കി വേഗം തന്നെ പാത്രത്തിലേക്ക് മാറ്റി വെക്കണം, കാരണം ഇല്ലെങ്കിൽ ആ പാത്രത്തിൽ തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് അവിടെ വെച്ചിട്ട് തിക്കായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഞാൻ അടുപ്പ് ഓഫ് ചെയ്യാണ്. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മിക്സ്. അതായത് ചൂടോട് കൂടി തന്നെ വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം, ഇല്ലെങ്കിൽ പിന്നെ അത് ഇതേപോലെ കട്ടിയായിട്ട് പോകും. പിന്നെ ഞാൻ ഹെയർ ഓൾറെഡി കെട്ടി വെച്ചിട്ടുണ്ട്, ഫേസും നന്നായിട്ട് വാഷ് ചെയ്ത് വന്നതാണ്. ഇനി നമുക്കിത് ഫേസിൽ കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ടോ, നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. നിങ്ങൾക്കിത് ഫേസ് ഒന്ന് സ്റ്റീം ചെയ്തതിന് ശേഷം, അതായത് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഒന്ന് ഫേസ് സ്റ്റീം കൂടി ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് ഫേസിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ, ഫേസിലിടുകയാണെങ്കിൽ. ഓക്കെ, ഈ സെയിം സാധനം തന്നെ നിങ്ങൾ കുളിക്കാൻ പോകുന്നതിൻ്റെ മുൻപായിട്ട് നിങ്ങൾക്ക് ഫുൾ ബോഡിയിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം കഴുകി കളയാവുന്നതാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ചുകൂടി കടലപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലും കൂടുതലായിട്ട് കുറച്ചുകൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേഷ്യൽ ഹെയറൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു മിക്സും കൂടി ആക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇത് ഓൾറെഡി ഇപ്പോൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം പിടിക്കും. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്തതിന് കൊണ്ട് തന്നെ ഉണങ്ങാൻ ടൈം പിടിക്കും. പിന്നെ അത് മാത്രമല്ല, നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്, കുഴപ്പമില്ല. ഓക്കെ, നമ്മുടെ മഞ്ഞളാണെങ്കിലും നമ്മളിതിൽ ചേർത്ത ഗോതമ്പ് പൊടി ആണെങ്കിലും പിന്നെ അതേപോലെ കടലപ്പൊടി ആണെങ്കിലും എല്ലാത്തിനും നല്ല ഗുണങ്ങളുള്ള സാധനങ്ങളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ചേർത്തിട്ടുള്ള പച്ചമഞ്ഞളുടെ പൊടി അല്ലാതെ നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓപ്ഷണലാണ്, നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്.
ഓക്കെ, ഫേസിൽ എന്ത് പാക്കാണെങ്കിലും അതേപോലെ തന്നെ എന്ത് തന്നെ ആയിക്കോട്ടെ, എന്ത് നമ്മൾ ഇടുകയാണെങ്കിലും, ഈവൻ ഇനി സൺസ്ക്രീം ഇടുകയാണെങ്കിലും കൂടെ ഫേസിൽ മാത്രമല്ല നെക്കിലും അതേപോലെ തന്നെ ചെവിയിലും ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഹെയറിൽ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അല്ല, കഴുകിയാൽ പോകും, പക്ഷേ ഒട്ടി പിടിച്ചിട്ട് ഉള്ളതിങ്ങനെ നമ്മളിങ്ങനെ പറിച്ചെടുക്കുന്ന സമയത്തേ നല്ല വേദന ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ആവാൻ വേണ്ടിയിട്ട് കൂടി ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് ഇടാം, പിന്നെ നെക്കിലേക്കും കൂടി ഇടാം കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ചെവിയിൽ ഇടുന്നില്ല, നെക്കിൽ ഇട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഫേസും നെക്കും കംപ്ലീറ്റ് ആയി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നോ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ കയ്യിലും കൂടി ഒന്നാക്കി കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇനി ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഫേസിൽ നെക്കിലും കയ്യിലൊക്കെ ഇട്ടിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം, മിണ്ടാതെ ഉരിയാടാതെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഫേസിലിട്ട സാധനം ഉണങ്ങുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോഴേ ഫേസ് ഇങ്ങനെ ചുളിയാനുള്ള ചാൻസ് കൂടുതലാണ് ഗൈസ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു പാക്ക് എന്നല്ല, ഏത് പാക്ക് ഫേസിലിട്ടിട്ടെങ്കിലും സംസാരിക്കാതെ മിണ്ടാതെ വേണമെങ്കിൽ ഒന്ന് പോയി കിടന്നുറങ്ങാം. ഓക്കെ, അപ്പോൾ ഇതാ കുറച്ച് നേരം ഞാൻ വെച്ചിട്ടുണ്ട് ഫേസിലും കയ്യിലൊക്കെ. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉണങ്ങി കഴിയുമ്പോൾ കണ്ടോ ഇങ്ങനെ വലിഞ്ഞ് മുറുകയാണ്. കൈ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന ഇങ്ങനെ ചുരുട്ടുന്ന സമയത്ത് ഫേസ് ആണെങ്കിൽ ഞാനങ്ങനെ സംസാരിക്കാനൊന്നും പോകാത്തത് കൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കത് നോർമൽ വാട്ടറിൽ കഴുകി കളയാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് പോയി കഴുകിയിട്ട് വരാം കേട്ടോ. അപ്പോൾ എൻ്റെ ഫേസൊക്കെ നന്നായിട്ട് ഡ്രൈ ആയതായിരുന്നു. അതൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ കൈയും നന്നായിട്ടൊന്ന് കഴുകി വന്നിട്ടുണ്ട്, നെക്കും എല്ലാം കഴുകി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല, നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ, കൈ ആണെങ്കിലും ഫേസ് ആണെങ്കിലും ഒക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് അല്ലേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾ എന്ത് സാധനം ചെയ്യുകയാണെങ്കിലും ജസ്റ്റ് ഒന്ന് ആദ്യം കുറച്ചുണ്ടാക്കി നോക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രമേ യൂസ് ചെയ്യാം കേട്ടോ, എന്തൊരു സാധനമാണെങ്കിലും. അപ്പോൾ ഇതായിരുന്നു അവിടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലത്തെ എന്തെങ്കിലും യൂസ്ഫുൾ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.